ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ പാർട്ട് 5 ആണ്. പാർട്ട് 1, 2, 3, 4 എന്നീ പാർട്ടുകളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതുപോയി കാണുക. കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. ഞാനിങ്ങനെ പറയുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായി കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു പാർട്ടൂടെ കഴിയുമ്പോൾ ഈ പാഠം അവസാനിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. നമ്മൾ ആഹാര പദാർത്ഥത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് മൂവ് ടുവേഴ്സ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മൾ കഴിച്ച പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. A major portion of the salt and water left after the absorption in the small intestine are absorbed in the large intestine. നമ്മുടെ ചെറുകുടലിൽ വച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വച്ച് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. Certain bacteria residing in the large intestine produce substances like vitamin K. വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുന്നു. Absorption of these substances also take place in the large intestine. ഇവയുടെ ആഗിരണവുമെല്ലാം വൻകുടലിൽ വച്ചാണ് നടക്കുന്നത്. The digestive wastes stored in the rectum are eliminated out through the anus. തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. The process of digestion is completed through various complex processes taking place in the digestive tract. It requires about 4 to 5 hours. Hence, it is necessary to regulate the intake of food accordingly. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹനപ്രക്രിയ പൂർണ്ണമാകുന്നത്. ഇതിനു 4-5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. ഇത്രയും സമയം വേണം നമ്മുടെ ഒരു ആഹാരം ദഹിച്ച് പൂർത്തിയാകാൻ. അതിനുശേഷം മാത്രമേ മറ്റൊരു ആഹാരം കഴിക്കാവൂ. ഇതിനനുസൃതമായി വേണം ഭക്ഷണ സമയം ക്രമീകരിക്കേണ്ടത്. നമുക്ക് ആ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇറ്റ് ഈസ് എ മസ്കുലാർ ട്യൂബ് വിച്ച് ഈസ് അബൌട്ട് 1 meter in length. It is wider but shorter in size. The digestive wastes left after absorption of nutrients move into the large intestine. Major portion of the salt and water left after absorption in the smaller intestine are absorbed in the large intestine. Some bacteria living in the large intestine produce vitamin K. It is absorbed from the large intestine. രണ്ടാമത്തെ ചോദ്യം, സബ്സ്റ്റൻസ് അബ്സോർബ്ഡ് അറ്റ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആൻസറായി വരുന്നത് സാൾട്ട്, വാട്ടർ, സം വിറ്റാമിൻസ്. മൂന്നാമത്തെ ചോദ്യം, ആക്ഷൻ ഓഫ് ബാക്ടീരിയ ലിവിങ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആൻസറായി വരുന്നത് ദീസ് ബാക്ടീരിയ പ്രൊഡ്യൂസ് വിറ്റാമിൻ. ഇപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്ന ആദ്യത്തിൻ്റെ ഡൗട്ടിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് വരാം. ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻറ്റു സിമ്പിൾ ആൻഡ് ഈസിലി അബ്സോർബിൾ ഫോം. ബട്ട് പ്ലാന്റ് പ്രിപ്പയർ ഗ്ലൂക്കോസ് വിച്ച് ഇറ്റ്സെൽഫ് ഈസ് എ സിമ്പിൾ ന്യൂട്രിയൻറ്റ്. സോ ഇറ്റ് നീഡ് നോട്ട് അണ്ടർഗോ ഫർദർ ഡൈജഷൻ. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലെ അതിസങ്കീർണ ഘടനയുള്ള പോഷകങ്ങളെ ആഗിരണത്തിന് അനുയോജ്യമായ രൂപത്തിൽ ലഘുഘടകങ്ങൾ ആക്കുന്ന പ്രക്രിയയാണല്ലോ ദഹനം. എന്നാൽ സസ്യങ്ങൾ ലഘുഘടകമായി ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത്. ഗ്ലൂക്കോസ് വീണ്ടും ദഹനത്തിന് വിധേയമാകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പ്ലാന്റ് ഡു നോട്ട് ഹാവ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം. വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ ഇപ്പോൾ പഠിച്ചത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻറ്റു സിമ്പിൾ ആൻഡ് ഈസിലി അബ്സോർബിൾ ഫോംസ്. പ്ലാന്റ് പ്രിപ്പയർ ഗ്ലൂക്കോസ് വിച്ച് ഇറ്റ്സെൽഫ് ഈസ് എ സിമ്പിൾ ന്യൂട്രിയൻ. സോ പ്ലാന്റ് ഡു നോട്ട് നീഡ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
തൊട്ട് താഴെ തന്നെ ഒരു കുട്ടിയുടെ സംശയവും ആ കുട്ടി നോക്കി നിൽക്കുന്ന ഒരു പോസ്റ്ററും കാണിച്ചിട്ടുണ്ട്. കുട്ടിയുടെ സംശയം എന്ന് പറയുന്നത്, ഇഫ് ഇൻഡിജസ്റ്റിബിൾ ഫൈബർ ആർ ഇൻക്ലൂഡ് ഇൻ അവർ ഡയറ്റ് വിൽ ഇറ്റ് കോസസ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹിക്കാത്ത നാരുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ദഹന കേടായിരിക്കില്ലേ ഫലം എന്നാണ് ആ കുട്ടിയുടെ സംശയം. ഇനി ആ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് ഇംപ്രൂവ് ദ ഫുഡ് ക്വാളിറ്റി ആൻഡ് കീപ് ഡിസീസ് എവേ. തൊട്ട് താഴെ തന്നെ 3 പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. ഫൈബർ എസെൻഷ്യൽ കോമ്പോണൻറ്റ് ഓഫ് ഫുഡ്, അവോയ്ഡ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് ജങ്ക് ഫുഡ്, ഹെൽത്ത് മാറ്റേഴ്സ് മോർ ദാൻ ടേസ്റ്റ്. ഭക്ഷണം നന്നായാൽ രോഗങ്ങൾ പമ്പ കടക്കും. നാരുകൾ ആഹാരത്തിൽ ആവശ്യ ഘടകം. ഫാറ്റ് ഫുഡും ജങ്ക് ഫുഡും നന്നല്ല. രുചിയല്ല ആരോഗ്യമാണ് മുഖ്യം എന്നാണ് ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. സെലക്ടിംഗ് ഫുഡ് ഐറ്റം ബൈ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ടേസ്റ്റ് ക്യാൻ ബി ഹാംഫുൾ ടു ഹെൽത്ത് ത്രൂ ഫൈബർ കണ്ടന്റ് ഇൻ സീറൽസ് ആൻഡ് വെജിറ്റബിൾസ്. Do not undergo digestion. They help in the absorption process, aid digestion and thus protect the health of the digestive system. Health through food should be our motto because health of the individual is the foundation stone for the process of society. എന്നു പറഞ്ഞാൽ രുചിക്ക് പ്രാധാന്യം നൽകി ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകാം. പച്ചക്കറികളും ധാന്യങ്ങളും അടങ്ങിയിട്ടുള്ള നാരുകൾ ദഹനത്തിന് വിധേയമാകുന്നെങ്കിൽ ആഗിരണ പ്രക്രിയയെ സഹായിക്കുകയും മലവിസർജനം സുഗമമാക്കി ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തിലൂടെ ആരോഗ്യം എന്നതാവണം നമ്മുടെ ലക്ഷ്യം. അതിനു കാരണം വ്യക്തിയുടെ ആരോഗ്യം സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാന ശീലയാണ്. ഇതോടുകൂടി 2ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇത്രയും വച്ചുകൊണ്ട് ഞാനൊരു ആനിമേഷൻ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ് ടേക്ക് ഫുഡ് ത്രൂ മൗത്ത് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ് ഇൻ സ്പെസിഫിക് ഓർഗൻ ഫോർ ഡൈജഷൻ. ദ അൺഡൈജസ്റ്റഡ് ഫുഡ് ഈസ് defecated. The food we take passes through a specific canal which begin with the buccal cavity and end at the anus. This canal is called the alimentary canal or the digestive tract. The path of alimentary canal are buccal cavity, esophagus, stomach, large intestine, small intestine, rectum and anus. The food gets digested gradually as it passes through the various parts of the tract. Digestive juice secreted by the salivary glands with liver and pancreas also aid digestion. Mouth and the buccal cavity. Food intake in human being is through mouth. This process of taking food is called ingestion. Chewing food is very necessary for proper digestion, as digestion process start in the mouth itself. What happening during chewing? The large pieces of food we eat are mechanically broken down into the small pieces of teeth. Help us in doing so action of saliva on food. During chewing, food mixes with the saliva. Saliva is secreted from the salivary glands located on the lower jaw between the tongue and teeth. Saliva converts starch in the food into sugar and also soft in the food tongue. Taste of food can be dedicated by the taste buds present on the tongue. Is a fleshy muscular organ attached to the floor of the buccal cavity. It is free at the front and move in all directions. Taste buds appear as a small bump on the tongue and have different regions which help us enjoy different tastes. Esophagus or food pipe.
The swallowed from the mouth passes on the esophagus figure the epiglottic, which is a flap-like structure behind the tongue. Direct the food into esophagus and prevent entry into the larynx. The peristalsis movement of the esophagus help the food to move the tract till it reaches the stomach. Stomach is a bag-like structure with a thick wall. It is a shape of flattened U and it is viscid part in the alimentary canal. The food that enters the stomach is chewed and mixed with the mucus, hydrochloric acid and digestive juice secreted by the inner lining of the stomach. The acid helps to kill the bacteria present in the food. It also makes the medium in the stomach acid. The digestive juice is secreted by the stomach, break down protein into simpler substances. Then the food is emitted into the small intestine. Small intestine is a highly colloid structure and is about 7.5 meter long. As soon as the small intestine receives food from the stomach, the digestive juice from liver and pancreas are mixed into it. Liver is the largest gland in the human body and it is situated in the upper side of the abdomen. To the right, it is reddish brown in color. It is secreted bile, which break down fat. Bile is stored in gallbladder between meals. Pancreas is a leaf-shaped and cream-colored gland located just below the stomach. It secreted pancreatic juice, which act and break down carbohydrate, protein and fats. After this is completed, the partially digested food reaches the lower part of smaller intestine, where intestinal juice act upon food and a complete digestion of any remaining component in food. The carbohydrate in the food break down into sugar like glucose, fats into fatty acid, and glycerol and protein into amino acids. The food consumed is digested and is now ready to absorbed into the blood. Absorption of food in the small intestine. The inner wall of the small intestine has finger-like projection called villi, which have a network of thin blood vessels closest to the surface. The villis increase the surface area of absorption and absorb the digested food materials. The substances thus absorbed are transported through the bloodstream to different organs in the body and are used to blood complex substances like protein. This process is called simulation. In the cell, glucose breaks down into carbon dioxide and water with help of oxygen and release energy. The undigested and unabsorbed food enters the large intestine. The large intestine is wider than the small intestine and measure 1.5 meters in the length. Once the undigested food enters the large intestine, it absorbs water and some salt from it and passes the remaining wastes into the rectum here. Remain as semi-solid thickest the fecal matter is removed through the anus. This is called ejection. ഇതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.